ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ബീഫ് വേവിക്കുന്ന സമയത്ത് അഡീഷണലായിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 8-9 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൊതുവെ ബീഫിന് നല്ല വേവ് കൂടുതലാണ്. കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലാതെ തന്നെ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അതാണ് ബീഫ് റോസ്റ്റിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇവിടെ ചെറുതായിട്ട് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ബീഫ് റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞത് കൂടി ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ആരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.